കുടവയറിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇന്ന് വല്ലാതെ എല്ലാവരെയും അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ ഒരേപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് കുടവയർ എന്ന് പറയുന്നത്. പലരും ഇന്ന് പല രീതിയിലുള്ള ഡയറ്റും അതേപോലെ തന്നെ വർക്കൗട്ട്സും എക്സസൈസും ഒക്കെ ഫോളോ ചെയ്തിട്ടും കുടവയർ കൺട്രോൾ ആവുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഈ കുടവയർ ഏതൊക്കെ രീതിയിലാണ് കാണപ്പെടുന്നത്, അതിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, അതായത് ഭക്ഷണത്തിലൂടെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹിദാസ്, ക്യൂൻബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. എത്ര ഡയറ്റ് എടുത്തിട്ടും ഈ കുടവയറിൻ്റെ പ്രശ്നങ്ങൾ കുറയുന്നില്ല. പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മെയിൻ ബുദ്ധിമുട്ടാണ്. അതായത് പല ഡയറ്റ് ഫോളോ ചെയ്തിട്ടും ഈ ആ ഒരു വയറിന് ചുറ്റുമുള്ള കൊഴുപ്പ് ഒട്ടും കുറയുന്നില്ല എന്നുള്ളൊരു കംപ്ലയിൻസ് ഉണ്ട്. അപ്പം നമ്മൾ ആദ്യം ആ കുടവയർ വന്നതിൻ്റെ കാരണം ഒന്ന് ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്യാൻ ശ്രമിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് നോർമലി വെയിറ്റ് കൂടിയത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് ആവാം, എന്തെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമായിട്ട് ലൈക്ക് ഫാറ്റി ലിവർ കണ്ടീഷൻസോ ഡയബറ്റീസിൻ്റെ ഭാഗമായിട്ടോ ഫൈബ്രോയിഡ് കണ്ടീഷൻസിൻ്റെ ഭാഗമായിട്ടോ ഒക്കെ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള കുടവയറിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ്. അപ്പം നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണോ അതിൻ്റെ കാരണം അതാദ്യം ക്ലിയർ ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഈ കുടവയർ വരിക എന്ന് പറയുമ്പം നമുക്ക് ഈ ഒരു ലോവർ പാർട്ട് ഓഫ് ദ അബ്ഡമിനിലാണ് കൂടുതലായിട്ടും ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വയറിന് ചുറ്റുമുള്ള ആ കൊഴുപ്പ്, അതായത് വയറിൻ്റെ അകത്ത് കാണപ്പെടുന്ന ഓർഗൻസിന് ചുറ്റുമായിട്ടും ഇങ്ങനെ കൊഴുപ്പ് അടിഞ്ഞുകൂടുകയും അതായത് വിസറൽ ഫാറ്റ് ആയിട്ട് രൂപപ്പെടുകയും അത് പിന്നെ ആ ഒരു ഓർഗൻ ഫെയിലറിലേക്കാണ് ലീഡ് ചെയ്യുന്നത്. ഇനി ഈ ഫാറ്റ് ഡിപ്പോസിഷൻസ് വരാനുള്ള കാരണം എന്താണ്? ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന പ്രക്രിയ നടക്കുമ്പോഴാണ്. ഇൻസുലിൻ എന്ന് പറയുമ്പം ഹോർമോൺസ് നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യാനും ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്നതാണ്. എന്നാൽ ഇൻസുലിൻ അവിടെ റെസിസ്റ്റ് ആയി പോകുന്നു, അല്ലെങ്കിൽ അതിന് പ്രവർത്തിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് അവിടെ ഫാറ്റായിട്ട് ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുന്നത്. നമുക്കറിയാം, ഇൻസുലിൻ നമ്മുടെ ശരീരത്തിലെ അല്ലെങ്കിൽ രക്തത്തിലെ ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നതാണ്, അല്ലെങ്കിൽ കോശങ്ങൾക്ക് ഊർജ്ജം നൽകുന്നതാണ് ഇൻസുലിൻ ശരീരത്തിൽ ചെയ്യുന്നത്. എന്നാൽ ഈ ഗ്ലൂക്കോസിനെ കൃത്യമായിട്ട് ആ ഒരു ഇൻസുലിൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. എന്തോ ഒരു ബ്ലോക്കേജ് അവിടെ സംഭവിക്കുന്നു. നമ്മുടെ ഭക്ഷണത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും ഒട്ടും വർക്കൗട്ട് ഇല്ലാത്ത കാരണങ്ങൾ കൊണ്ടും ആ ഗ്ലൂക്കോസിനെ കൃത്യമായിട്ട് ഇൻസുലിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഗ്ലൂക്കോസ് എന്ത് ചെയ്യും? അധികമായിട്ടുള്ള ഗ്ലൂക്കോസ് നമ്മുടെ ശരീരം തന്നെ കൊഴുപ്പാക്കി മാറ്റും. ഈ ഓവറായിട്ടുള്ള ഗ്ലൂക്കോസിനെ കൊഴുപ്പാക്കിയിട്ട് ഓർഗൻസിന് ചുറ്റുമായിട്ടും സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അങ്ങനെയാണ് വിസറൽ ഫാറ്റ് എന്ന കണ്ടീഷൻസ്, അല്ലെങ്കിൽ വിസറൽ ഫാറ്റ് രൂപപ്പെടുന്നത്. വിസറ മീൻസ് ഓർഗൻസ് അല്ലെങ്കിൽ അവയവങ്ങളാണ്. അവയവങ്ങൾക്ക് ചുറ്റുമായിട്ടും കൊഴുപ്പടിഞ്ഞു കൂടുന്നു. അങ്ങനെയാണ് നമുക്ക് ഫാറ്റി ലിവർ എന്ന കണ്ടീഷൻസ് വരുന്നത്. PCOS, ഡയബറ്റിസ് ഓഫ് ഓവറി അല്ലെങ്കിൽ PCOS കണ്ടീഷൻസ്, യൂട്രൈൻ ഫൈബ്രോയിഡിൻ്റെ കണ്ടീഷൻസ് വരുന്നത്, ഗ്യാസ്ട്രൈറ്റിസ് പോലത്തെ കണ്ടീഷൻസ് ഒക്കെ വരുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഭക്ഷണ രീതികൾ ശ്രദ്ധിക്കുക, വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഈ ഒരു ബെല്ലി ഫാറ്റ് ഏതൊക്കെയാണ്, അതേപോലെ തന്നെ ഏതൊക്കെ രീതിയിലാണ് അത് ഓരോ ആളുകളിലും കാണപ്പെടുന്നതെന്ന് നോക്കാം. ഒന്നാമത്തേത് പോട്ട് ബെല്ലീഡ് അബ്ഡമൻ. പോട്ട് ബെല്ലീഡ് എന്ന് പറയുമ്പോൾ പോട്ട് മീൻസ് എന്താ? കലം, അല്ലെങ്കിൽ ഒരു കുടം കമിഴ്ത്തി വെച്ച പോലെ നമ്മുടെ വയറിൻ്റെ ഭാഗം നിൽക്കുകയാണെങ്കിലാണ് അതിന് പോട്ട് ബെല്ലീഡ് അബ്ഡമൻസ് എന്ന് പറയുന്നത്. പോട്ട് ബെല്ലീഡ് അബ്ഡമൻ എന്ന് പറയുമ്പം നമ്മുടെ ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് നോക്കുമ്പം കൈകാലുകളെല്ലാം വളരെ മെലിഞ്ഞിരിക്കും, പക്ഷെ വയറിൻ്റെ ഭാഗം മാത്രം ഇങ്ങനെ ചാടിയിരിക്കുന്നത് കാണും. അത് വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ലിവർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് കരൾ സംബന്ധമായിട്ടുള്ള ഇൻഫ്ലമേഷൻസ് സംഭവിക്കുമ്പോഴാണ് ഈ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതിന് അത്യാവശ്യം ഭക്ഷണത്തിൽ വൈറ്റമിൻ ഇയും അതേപോലെ തന്നെ ഷുഗറിൻ്റെ ഇൻടേക്ക് പരമാവധി കുറയ്ക്കുക, പ്രോട്ടീൻസ് ഒക്കെ ഒരു മിതമായ രീതിയിൽ എടുക്കുക, ഫാറ്റിൻ്റെ ആ ഒരു ഇൻടേക്ക് പരമാവധി, ഹെൽത്തി ഫാറ്റ്സ് എടുക്കുക, പക്ഷെ അൺഹെൽത്തി ഫാറ്റ്സ് ട്രാൻസ് ഫാറ്റ്സ് ഒക്കെ പരമാവധി കുറച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുക. ഇതിന് വർക്കൗട്ട്സ് അധികമായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഭക്ഷണ രീതികളാണ് ഫോളോ ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തേത് ടയേർഡ് ബെല്ലി ഫാറ്റ്. ടയേർഡ് മീൻസ് ഒരു ടയർ പോലെ ഇങ്ങനെ മടക്ക് പോലെ നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് കൊഴുപ്പടിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ടയേർഡ് ബെല്ലി ഫാറ്റ് എന്ന് പറയുന്നത്. ഇത് വരാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുക, ഒട്ടും കൺട്രോൾഡ് അല്ലാത്ത രീതിയിൽ ഷുഗറും അതേപോലെ തന്നെ ചോക്ലേറ്റ്സും പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ അമിതമായിട്ട് കഴിച്ചുകൊണ്ടുള്ള നമ്മുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസിൽ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ മാനേജ് ചെയ്യാവുന്നതാണ്. ഇതിന് ഡയറ്റും എക്സസൈസും കൃത്യമായിട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. അതാണ് ടയേർഡ് ബെല്ലി ഫാറ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തേത് മോംസ് ബെല്ലി ഫാറ്റ്. മോംസ് എന്ന് പറയുമ്പം അതായത് പ്രഗ്നൻറ്റ് ടൈമിൽ ഉണ്ടാവുന്ന ആ ഒരു കുടവയറിനെയാണ് നമ്മൾ മോംസ് ബെല്ലി ഫാറ്റ് അല്ലെങ്കിൽ പ്രഗ്നൻസി ബെല്ലി ഫാറ്റ് എന്ന് പറയുന്നത്. ആ ഒരു ടൈമിൽ മസിൽസ് എല്ലാം കൂടുതലായിട്ടും സ്ട്രെച്ച് ആവുകയും അതിൻ്റെ ഭാഗമായിട്ട് സർക്കുലേഷൻസ് ഇൻക്രീസ് ആവുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള ബെല്ലി ഫാറ്റ് ഉണ്ടാവുന്നത്. ഹോർമോണൽ ബെല്ലി ഫാറ്റ് അല്ലെങ്കിൽ ഗൈനക്കോളജിക്കൽ ബെല്ലി ഫാറ്റ് എന്ന് പറയുമ്പോൾ ഹോർമോണൽ ഫ്ലക്ച്വേഷൻസിൻ്റെ ഭാഗമായിട്ട് ലൈക്ക് നിങ്ങൾക്ക് PCOD കണ്ടീഷൻസോ തൈറോയിഡ് ഇംബാലൻസ് ഉണ്ടാവുക,
അതേപോലെ തന്നെ എന്തെങ്കിലും ഈസ്ട്രജൻ ഹോർമോൺസിൽ ഇംബാലൻസ് വരിക, മെനോപോസ് ഒക്കെ അറ്റൈൻ ചെയ്തിട്ടുള്ള സ്ത്രീകൾക്കൊക്കെയാണ് ഈ പറഞ്ഞിട്ടുള്ള ഹോർമോണൽ ബെല്ലി ഫാറ്റ് രൂപപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ഹോർമോണൽ ഇംബാലൻസിനെ എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ഓരോ ആളുകളിലും വ്യത്യസ്ത രീതിയിൽ കാണപ്പെടുന്ന കുടവയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ മറികടക്കുക എന്ന് പറയുമ്പോൾ ഭക്ഷണത്തിൽ ബാലൻസ്ഡ് ഡയറ്റാണ് കൊണ്ടുവരേണ്ടത്. കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫൈബേഴ്സ്, ഫാറ്റ്സ് ഇതെല്ലാം ബാലൻസ്ഡ് ആയിരിക്കണം. നമ്മൾ കഴിക്കുന്ന ചോറിൻ്റെ അളവ് പരമാവധി കുറച്ചിട്ട് പകരം പ്രോട്ടീൻസും ഹെൽത്തി ഫാറ്റ്സും ഫൈബേഴ്സും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പ്രോബയോട്ടിക്സ് നല്ലപോലെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കഴിക്കാൻ ശ്രമിക്കുക. റെഡ് മീറ്റ് പരമാവധി കുറയ്ക്കുക. പ്രോസസ്സ് ചെയ്തിട്ടുള്ള റിഫൈൻഡ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ പരമാവധി കുറച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുക. അത്യാവശ്യം വർക്കൗട്ട് ചെയ്യുക. നമ്മുടെ മസിൽസിനെ കുറച്ചുകൂടി ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലപോലെ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതായത് സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യാം. കാർഡിയാക് അല്ലെങ്കിൽ എയറോബിക് വർക്കൗട്ട്സ് ഒക്കെ ഇതിനോടൊപ്പം ചെയ്യാവുന്നതാണ്. അത്യാവശ്യം ഈ ഫാറ്റിനെ ബേൺ ഔട്ട് ചെയ്യുന്ന ഡ്രിങ്ക്സ് ഒക്കെ പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക. ഈ ജിഞ്ചർ ബ്ലാക്ക് ടീ, സിനമൺ ബ്ലാക്ക് ടീ, അതേപോലെ തന്നെ ഉലുവ ഇട്ടിട്ടുള്ള വെള്ളമൊക്കെ നല്ലപോലെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറച്ചെടുക്കാവുന്നതാണ്. ഭക്ഷണത്തിൽ ഈ കറിവേപ്പില, ഉലുവ, മുരിങ്ങയിലൊക്കെ നല്ലപോലെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ഫാറ്റിനെ ബേൺ ഔട്ട് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞിട്ടുള്ള ഇൻസുലിൻ ഹോർമോൺസിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. ഭക്ഷണത്തിൽ അത്യാവശ്യം ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉൾപ്പെടുത്താവുന്നതാണ്. അതായത് ചെറിയ മത്സ്യങ്ങളും സീഡ്സും ഒക്കെ നല്ലപോലെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നല്ല ഇനം കൊഴുപ്പുകൾ നമ്മുടെ രക്തത്തിൽ അലിഞ്ഞുകൂടുകയും ചീത്ത കൊഴുപ്പുകളെ ഡിസ്ട്രോയ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ വാട്ടർ ഇൻടേക്ക് 3 ലിറ്റർ ടു 4 ലിറ്റർ വരെയെങ്കിലും വാട്ടർ ഇൻടേക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. കൃത്യമായിട്ടുള്ളൊരു ഉറക്കം, ഒരു 7 to 8 hours ആയിട്ടുള്ള ഉറക്കം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. എന്താണോ റൂട്ട് കോസ് അതാദ്യം ക്ലിയർ ഔട്ട് ചെയ്താലുള്ള നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ബെല്ലി ഫാറ്റും ക്ലിയർ ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ലൈക്ക് നിങ്ങൾക്ക് തൈറോയിഡിൻ്റെ ഇംബാലൻസ് ആണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ബെല്ലി ഫാറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ തൈറോയ്ഡ് ഹോർമോൺസിനെ കറക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഫാറ്റി ലിവർ കണ്ടീഷൻസ് ഉള്ളത് കൊണ്ടാണെങ്കിൽ നിങ്ങൾ ആദ്യം ആ ഒരു ഫാറ്റി ലിവറിൻ്റെ അല്ലെങ്കിൽ ലിവർ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അത്യാവശ്യം വൈറ്റമിൻസ് ഒക്കെ ഉൾപ്പെടുത്തുക. അതേപോലെ തന്നെ പ്രോട്ടീൻസും മൈക്രോ ന്യൂട്രിയൻസും ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള ബെല്ലി ഫാറ്റ് കണ്ടീഷൻസ് ഒക്കെ കുറച്ച് കൊണ്ടുവരാവുന്നതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.